അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാന്നൊക്കെ ആലോചിക്കുന്ന എന്തായിരുന്നു ആ ജോലി മാറിയിട്ട്? വിട്ടില്ലേ, ആരംഭിച്ചു ഇനി പറഞ്ഞിട്ടെന്താ കാര്യം, നമുക്ക് വേറെല്ലാം പറയാം. എല്ലാ കാലവും ഇങ്ങനെ എംപ്ലോയി ആയാൽ മാത്രം പോരാ, സ്വന്തമായിട്ടും കൂടി ചെയ്യണം എന്നൊക്കെയുള്ള അച്ഛൻ പറയലുണ്ട്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. എല്ലാ കാലവും ഇങ്ങനെ എംപ്ലോയി ആയാൽ മാത്രം പോരാ, സ്വന്തമായിട്ടും കൂടി ചെയ്യണം എന്നൊക്കെയുള്ള അച്ഛൻ പറയലുണ്ട്. ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. അതിനുശേഷമാണ് തുടങ്ങിയത് കൊണ്ടുള്ള കോലാഹലങ്ങൾ വരെ ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കണ്ടായിരുന്നു. എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ്? എന്റെ കയ്യിൽ എസ് മോഡൽ കത്തിയില്ലാതായി പോയി. ഒരുപാട് അച്ഛനെ പറ്റി കഥകളും ഒക്കെ കേട്ടോണ്ടിരിക്കുന്നത്. അപ്പം തന്നെ നമ്മളത് നെഗ്ലക്ട് ചെയ്യാൻ, നമ്മളതങ്ങനെ ആ ഒരു രീതിയിലാണ് എല്ലാവരും. വീട്ടിലെ അന്തരീക്ഷം അങ്ങനെയാണ്, അതിനെപ്പറ്റി അങ്ങനെ ഡിസ്കസ് ചെയ്യാറില്ല. അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. അപ്പം ഞാൻ മനസ്സിലാക്കി ഇല്ലാത്തൊരു സ്ഥാപനത്തിൻ്റെ പേരിൽ കേന്ദ്ര ഗവൺമെൻറ്റും സിംഗപ്പൂർ ഗവൺമെൻറ്റും ഒക്കെ ഇങ്ങനെ കുറേ സമയം ചെലവഴിക്കുന്നുണ്ടല്ലോ. മതി മതി മതി, വിശ്വസിച്ചു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിക്കെതിരെ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അന്വേഷണത്തിന് ഉത്തരവിട്ടു. 3-അംഗ ഉദ്യോഗസ്ഥ സംഘം അന്വേഷിച്ച് 4 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. ഞാൻ എന്തായി കേക്കണേ? അപ്പം ഞാൻ മനസ്സിലാക്കി ഇല്ലാത്തൊരു സ്ഥാപനത്തിൻ്റെ പേരിൽ കേന്ദ്ര ഗവൺമെൻറ്റും സിംഗപ്പൂർ ഗവൺമെൻറ്റും ഒക്കെ ഇങ്ങനെ കുറേ സമയം ചെലവഴിക്കുന്നുണ്ടല്ലോ. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഇതും ഒരു തുടക്കമാണ്. ഈ വിഷയമൊക്കെ വന്നപ്പോൾ മുഖ്യമന്ത്രി എന്തായിരുന്നു നിങ്ങളോട് എന്തായിരുന്നു പറഞ്ഞത്? ഇപ്പം നമ്മൾ അതിനെപ്പറ്റി ഒന്നും പറയില്ല. അത് നമ്മൾ നമ്മളതിനെക്കുറിച്ച് ചർച്ച ചെയ്യില്ല വീട്ടിൽ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. നമ്മളതിനെക്കുറിച്ച് ചർച്ച ചെയ്യില്ല വീട്ടിൽ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. ഈ മുറിക്കകത്ത് വന്നിരുന്ന് മുഖത്തോട് മുഖം നോക്കി വെറുതെ ഇങ്ങനെ ഇരിക്കും. എന്തൊക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. ഞാൻ ഇവരോട് ചോദിച്ചു, എനിക്ക് ഓർമ്മ ഉണ്ട്. നിനക്ക് ഇനി മതിയായിട്ടില്ലല്ലേ? ഞാൻ ചോദിച്ചോട് നിനക്ക് ഇങ്ങനെ ഒരു പേര് കണക്ട് ചെയ്യുന്നത് നിനക്ക് ഏതെങ്കിലും കാരണവശാലും അവർ അറിയാമെന്ന് വെച്ചാൽ അമ്മ ഞാൻ ഇപ്പോഴാണ് കേൾക്കുന്നത്. നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുന്ന ഞാൻ പറയും. ഇനിയിപ്പോ ഒരു ഭരണ തുടർച്ച ഉണ്ടാവും എന്ന് തന്നെയാണ് നിങ്ങളെ വിശ്വസിക്കുന്നത്? അല്ല, അത് വേണമല്ലോ. ബന്ധത്തുറച്ച് ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും, ഒരു വിശ്വാസമുണ്ട്. നിർത്തിയ നിറഞ്ഞു. ഒരു പഴം കൂടി താങ്ങൂല്ലേ? താങ്ങൂല. അയ്യോ, എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാലും വിളിച്ചില്ല. വിളിച്ചു തന്നെ. ഒരു വല്ലം